Dear students, in this video we'll be discussing a small topic but a very relevant topic which is connected with entrepreneurship, that is motivation. We all are familiar with the word motivation. നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സക്സസ് എന്ന് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ്, പല കാര്യങ്ങളും നേടിയെടുക്കുക, വിജയം കൊണ്ടുവരിക. അത് എല്ലാവരുടെയും പേഴ്സണൽ ലൈഫിലും അങ്ങനെയാണ്, ഒരാളുടെ ബിസിനസ് ലൈഫിൽ അങ്ങനെയാണ്, ഒരാളുടെ എഡ്യൂക്കേഷൻ ലൈഫിലൊക്കെ അങ്ങനെയാണ്. സോ എവ്രിവെയർ വി വിഷ് ഫോർ സക്സസ്. പക്ഷെ ഈ സക്സസിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുന്ന അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന, പുഷ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ motivation എന്ന് വിളിക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ that is what you called motivation. So in this video we will be discussing the concept of motivation but in the context of entrepreneurship. മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ലൈഫിലും ഒരാളുടെ സോഷ്യൽ ലൈഫിലും ബിസിനസ് ലൈഫിലും എല്ലാം. പക്ഷെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓൺട്രപ്രണർഷിപ്പിൽ അല്ലെങ്കിൽ ബിസിനസ്സിനകത്ത് മോട്ടിവേഷൻ എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് ആയിരിക്കും. Now let us see the exact meaning of motivation, and we should be familiar with the word motivation. ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ലാറ്റിൻ വേർഡ് ഇസ് മൂവിയർ, MOVERE, മൂവിയർ. ഈ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇത് വരുന്നത്. ആൻഡ് ദിസ് വേർഡ് മീനിങ് ആസ് വൈ പീപ്പിൾ ആക്ട്സ് ആൻഡ് വാട്ട് കീപ്സ് ദം വർക്കിംഗ് ടുവേർഡ്സ് ദെയർ ഗോൾ. മൂവ് അല്ലെങ്കിൽ ഡ്രൈവ്, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആളുകളെ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, മൂവ് ചെയ്യിപ്പിക്കുന്ന ഫാക്ടേഴ്സ് എന്താണ്. പക്ഷെ ഇത് എങ്ങോട്ടേക്കാണ് ഡ്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങോട്ട് മൂവ് ചെയ്യുന്ന കാര്യം നമ്മൾ പറയുന്നത് മൂവിങ് ടുവേർഡ്സ് സക്സസ് അല്ലെങ്കിൽ മൂവിങ് ടുവേർഡ് ദെയർ ഗോൾസ്. അപ്പോൾ ഒരു ഓൺട്രപ്രണർഷിപ്പിലാണെങ്കിൽ വി കൻ സേ ദാറ്റ് വാട്ട് ഓൾ ഫാക്ടേഴ്സ് ആർ ഡ്രൈവിംഗ് ദാറ്റ് പേഴ്സൺ ടുവേർഡ്സ് ദ ബിസിനസ് ഗോൾ. അവരുടെ ബിസിനസ് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് അവരെ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അവരെ മൂവ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അവരെ എന്ത് കാര്യങ്ങളൊക്കെയാണ് ആ വ്യക്തിയെ ഇൻസ്പയർ ചെയ്യുന്നത്, എന്ത് കാര്യങ്ങളാണ് അവരെ ഫോഴ്സ് ചെയ്യുന്നത്, എന്ത് കാര്യങ്ങളാണ് അവരെ പ്രഷർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഒരു ഓൺട്രപ്രണർഷിപ്പിനകത്ത് ഒരു ഓൺട്രപ്രണർ റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കണം, പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാനായിട്ട് തയ്യാറായിരിക്കണം. ഇത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്നതിന് ഒത്തിരി മോട്ടിവേഷൻ ആവശ്യമുണ്ട്. തുടങ്ങിയാൽ മാത്രം പോരാ, ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂഡ് അല്ലെ. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതിനൊക്കെ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ഘടകം ഭയങ്കര ഫാക്ടറാണ്. സോ ഇതെല്ലാം കണക്കാക്കിക്കൊണ്ട് we can consider this particular definition or the meaning which you can see in the screen. Let me read it out. Motivation is the way urges, drives, desires, aspirations, strivings or needs that direct or explain human behavior. ആളുകളുടെ ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഡ്രൈവ്സിനെ, ഡിസയേഴ്സിനെ, ആസ്പിറേഷൻസിനെ, നീഡുകളെ, അതായത് അവരുടെ ആകാംക്ഷകൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങളെയൊക്കെയാണ് നമ്മൾ ചേർത്തൊരൊറ്റ വാക്കിൽ മോട്ടിവേഷൻ എന്ന് വിളിക്കുക. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് റിയൽ ബിസിനസ് ലൈഫിൽ നമ്മളെ കാണിക്കുന്ന ഒത്തിരി സ്റ്റോറീസ് നമ്മൾ കാണാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്. ജസ്റ്റ് അതിൽ നിന്ന് ഒരെണ്ണം പിക്ക് ചെയ്യാനാണെങ്കിൽ വി കെൻ ഗോ ഫോർ ഓയോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് ഓയോ. ഓൺ യുവർ ഓൺ എന്നാണ് അല്ലെ, ഓൺ യുവർ ഓൺ. അപ്പൊ ഇതൊരു ഇന്ത്യയിൽ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി കമ്പനിയാണ് വിച്ച് ഇസ് ഫോണ്ട് ഇൻ 2013. ഇപ്പൊ റിതേഷ് അഗർവാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ വ്യക്തിയുടെ ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ ആ വ്യക്തി ഒരു ഓൺട്രപ്രണർ ആവുന്ന ഒരു സ്റ്റോറി നോക്കുകയാണെങ്കിൽ വി കൻ സേ ദാറ്റ് ഈവൻ ഫ്രം എ ടീനേജർ, ഒരു വില്ലേജിൽ, ഒഡീഷയിലെ ഒരു വില്ലേജിൽ ജനിക്കുകയും അവിടുന്ന് വളരെ ടീനേജിൽ തന്നെ ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അതും ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ തന്നെ എന്തെങ്കിലും ഒരു വെഞ്ചർ ഓൺ ചെയ്യണം എന്ന് ആഗ്രഹിച്ചൊരു പേഴ്സൺ ആണ്. ഇന്ത്യ ഒട്ടനവധി ട്രാവലുകൾ ഇന്ത്യക്കകത്ത് ഇദ്ദേഹം ഈ ഒരു ഉദ്ദേശത്തോടുകൂടി നടത്തിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ബിസിനസ് ചെയ്യാന്നുള്ളത് തന്നെ പുള്ളിയുടെ ഉള്ളിൽ നിന്നുള്ളൊരു മോട്ടിവേഷൻ എന്നുണ്ടായ ഒരു കാര്യമാണ്. ഇനി അതിനുപരി ഈ ബിസിനസ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റാലിറ്റി കമ്പനി, ഒരു ഹോട്ടൽ, ബഡ്ജറ്റ് ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി ചെയിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക്, ഇപ്പോൾ മൊത്തം വേൾഡിൽ എടുത്താൽ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി ചെയിൻ ആണ് ഓയോക്കുള്ളത്. സോ അത്തരത്തിലുള്ള ഒരു ബിസിനസ് ഐഡിയയിലേക്ക് അദ്ദേഹം വരുന്നത് തന്നെ പല കാര്യങ്ങളും ഇയാളെ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ്. അതായത് വൈൽ ഹിസ് ട്രാവൽസ് ഇൻസൈഡ് ഇന്ത്യ ഹി നോട്ടീസ് ദാറ്റ്
ഒത്തിരി ബഡ്ജറ്റ് ട്രാവലേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. ബഡ്ജറ്റിൽ ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി വളരെ ക്ലീൻ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടൽസ് ഇവിടെ അവൈലബിൾ അല്ല എന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. ആൻഡ് ലേറ്റർ അതിനെപ്പറ്റി ഇയാൾ കൂടുതൽ ഡീപ്പായിട്ട് റിസർച്ചസ് നടത്തുന്നു. ആൻഡ് സ്വന്തമായിട്ട് ഹോട്ടൽ തുടങ്ങാനല്ല പുള്ളി ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ പുള്ളി ശ്രമിച്ചത് അതിനു വേണ്ടിയല്ല. there he came with an innovation. അവിടെയാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഹോട്ടൽസിനെ കണക്ട് ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ഒരു ബിസിനസ് മോഡലാണ് ഓയോ എന്ന് പറയുന്നത്. അപ്പൊ ആ ബിസിനസ് മോഡലിൽ ഇദ്ദേഹം ഒരിക്കലും ഒരു ഹോട്ടൽ തുടങ്ങുന്നില്ല. സോ ആ ബിസിനസ് മോഡലിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോട്ടൽ ഓണേഴ്സിനെ കണക്ട് ചെയ്യാണ് ഇദ്ദേഹം ചെയ്തത്. അങ്ങനെ കണക്ട് ചെയ്ത് at the end of the day he has created a large network offering the customers a standardized affordable stay. അങ്ങനെയാണ് ഓയോ എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു ബിസിനസ് ബ്രാൻഡ് ഉണ്ടാവുന്നത്. ആൻഡ് ഇത് ഇന്റർനാഷണലി തന്നെ എക്സ്പാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, പുറത്തേക്കും അദ്ദേഹത്തിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റി. ആൻഡ് അതുവഴി ഒത്തിരി കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ റിയലൈസ് ചെയ്യാനായിട്ടും റിതേഷ് അഗർവാളിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എവറിത്തിങ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് പോകണം എന്നുള്ളത് തൊട്ട് ഇദ്ദേഹത്തിന് ഡ്രൈവ് ചെയ്ത, ഇദ്ദേഹത്തിന് സ്ട്രൈവ് ചെയ്യിപ്പിച്ച ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെല്ലാം കൂടെ കളക്റ്റീവായിട്ട് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം മോട്ടിവേഷൻ എന്നുള്ളതാണ്. ഒരു ഗ്രാമത്തിൽ കിടന്നിട്ടുള്ള ഒരാള് എൻറ്റയർ ഇന്ത്യയിലും അതിന് പുറത്തേക്കും ഒരു ഹോട്ടൽ നെറ്റ്വർക്കിംഗ് ചെയിൻ, അതും ഈവൻ വിത്തൗട്ട് ബിൽഡിംഗ് എ ഹോട്ടൽ, സ്വന്തമായിട്ട് ഹോട്ടലൊന്നും കെട്ടിയുണ്ടാക്കിയിട്ടൊന്നുമില്ല, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോട്ടൽ ചെയിനുകളെ വെച്ച് ഇതുവരെ ആരും ചിന്തിക്കാത്ത ഒരു ബിസിനസ് മോഡൽ എക്സിക്യൂട്ട് ചെയ്തു. ഓബ്വിയസ്ലി ഒരു അളവിൽ കൂടുതൽ മോട്ടിവേഷൻ അദ്ദേഹത്തിന്റെ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ സാധിക്കും. So now let us have a breakdown of the process of motivation. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല ആളുകളുടെ മനസ്സിൽ വർക്ക് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് വിൽ ബി ഇൻ എ കണ്ടിന്യൂസ് സൈക്കിൾ പാറ്റേൺ. അത് നമുക്ക് പറയാം. ഇപ്പൊ നമുക്ക് തന്നെ പലതവണ പല സാഹചര്യങ്ങളിൽ പല സമയങ്ങളിൽ പല അളവിലായിരിക്കും മോട്ടിവേഷൻ ഫീൽ ചെയ്യുന്നത്, അല്ലെ? സംടൈംസ് വി ഫീൽ വെരി മോട്ടിവേറ്റഡ്, സംടൈംസ് വി ഡോണ്ട് ഫീൽ ദാറ്റ് മച്ച് മോട്ടിവേറ്റഡ്. അങ്ങനത്തെ ഡിഫറൻസുകൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ബിസിനസ്സുകളിലും ബിസിനസ് ഓൺട്രപ്രണേഴ്സിനും ഒക്കെ സംഭവിക്കുന്നത്. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ ഒരു ഏർജിന് പല സ്റ്റേജുകളിലായിട്ട് ഡിഫറൻസ് വരും. പക്ഷെ ഇതൊരു കണ്ടിന്യൂസ് സൈക്കിൾ ആണ്. അതായത് ഇത് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ ഇത് എത്താറുണ്ട് പലപ്പോഴും. പക്ഷെ ഇതിന്റെ ഉള്ളിൽ പല സ്റ്റേജസ് കവർ ചെയ്തിട്ടാണ് പ്രോസസ് ഓഫ് മോട്ടിവേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വിചാരിക്കുകയാണെങ്കിൽ വി കൻ സേ ഇറ്റ് ആസ് മോട്ടിവേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് സൈക്കിൾ സ്റ്റാർട്ടിങ് വിത്ത് ആൻ അൺമെറ്റ് നീഡ്. ഇതുവരെ മീറ്റ് ചെയ്യാത്ത ഒരു നീഡിൽ തുടങ്ങുന്നു ആൻഡ് ഇറ്റ് വിൽ എൻഡ് വിത്ത് എ ഫുൾഫിൽമെന്റ്. ആ നീഡ് കംപ്ലീറ്റ് ചെയ്യുന്നു, ഫുൾഫിൽ ചെയ്യുന്നത് വെച്ച് അത് തീരുകയാണ് ചെയ്യുന്നത്. അതിനിടയിൽ പല ഇൻഫ്ലുവൻസിങ് ബിഹേവിയേഴ്സും പെർഫോമൻസുകളും ഒക്കെ ഇതിനിടയിൽ വരുന്നുണ്ട്. So this is what you call process of motivation. Now let us see what are the stages within the process. In most of the cases we can find 5 different stages inside the motivation process. It starts with unsatisfied need. അതായത് ഒരു വ്യക്തിക്ക് എന്തോ ഒരു ആവശ്യം തോന്നുന്നു, അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളിൽ എന്തോ ഒരു കുറവ്, ഇങ്ങനെ ഒരു കാര്യം ഡെഫിസിറ്റ് ആണ്. ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? കുറവാണ്, അല്ലെ? ഇങ്ങനെ ഒരു സാധനം അവൈലബിൾ അല്ല. ഇപ്പൊ റിതേഷിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ റിതേഷ് അഗർവാൾ അദ്ദേഹത്തിന് കണ്ടുപിടിച്ച ആ നീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഫൈൻഡ് ഔട്ട് ചെയ്ത ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരുന്നു? ബഡ്ജറ്റ് ട്രാവലേഴ്സിന് പറ്റുന്ന തരത്തിലുള്ള ക്ലീൻ ആൻഡ് അഫോർഡബിൾ ഹോട്ടൽസ് അധികം അവൈലബിൾ അല്ല, അല്ലെങ്കിൽ അത് ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ദിസ് വാസ് ദ ഡെഫിഷ്യൻസി ഹി ഫൗണ്ട് ഔട്ട്. ആൻഡ് അവിടെ വെച്ച് ആ ഡെഫിഷ്യൻസി ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? ഈ ഡെഫിഷ്യൻസി ഉണ്ടായപ്പോൾ ഇദ്ദേഹം റിസർച്ചിന് ഇറങ്ങി. അപ്പൊ റിസർച്ച് ചെയ്യുന്നത് വഴി ഇദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? ഹി ഗോട്ട് അവയർനെസ് ഓഫ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ കറന്റ് ആൻഡ് ഡിസൈഡ് സ്റ്റേജ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പൊ ഒരു ബഡ്ജറ്റ് ട്രാവലർക്ക് ഒരു പുതിയ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഇയാള് ഹോട്ടലിൽ
ഹോട്ടൽസ് അല്ലെങ്കിൽ അയാൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നതിനെ പറ്റി അയാൾ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് ട്രാവലേഴ്സ് ആ സ്റ്റേ അറേഞ്ച് ചെയ്യുന്നത്. പലപ്പോഴും ഇങ്ങനത്തെ ഒരു ഓൺലൈൻ നെറ്റ്വർക്ക്സ് ഇല്ല എങ്കിൽ കോമൺ ആയിട്ട് അവർ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഒരു ഓയോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ ചെയ്യുന്നത് ആരോടെങ്കിലും ചോദിക്കും, അവർക്ക് പരിചയമുള്ള ഏതെങ്കിലും ഹോട്ടൽസ് എടുക്കുന്നു, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വായിന്ന് കേട്ട ഹോട്ടൽസ് എടുക്കുന്നു, അത് സെർച്ച് ചെയ്യുന്നു, ഫോൺ നമ്പറിൽ വിളിക്കുന്നു, ആ രീതിയിലായിരിക്കും പോകുന്നത്. അത് നല്ലതായിരിക്കും ചീത്തയായിരിക്കും എന്നൊക്കെ ഉറപ്പില്ല. മാക്സിമം പോയാൽ ഗൂഗിൾ റിവ്യൂസ് ചെക്ക് ചെയ്യാം. പക്ഷേ ചിലപ്പോൾ നല്ല റിവ്യൂസ് ഉള്ള ഹോട്ടൽസ് അഫോർഡബിൾ ആവണം എന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കറന്റ്ലി ഉള്ള സിറ്റുവേഷൻ. റിതേഷ് ആഗ്രഹിക്കുന്ന ഡിസയേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആളുകൾക്ക് അവനവന്റെ ബഡ്ജറ്റ് അനുസരിച്ച് സോർട്ട് ചെയ്യാൻ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ തന്നെ എല്ലാ ഹോട്ടൽസിന്റെയും ലിസ്റ്റ് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. പല സ്ഥലത്ത് അന്വേഷിച്ച് പോവാതെ ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് അവരുടെ ആവശ്യത്തിനുള്ള റിക്വയർഡ് ആയിട്ടുള്ള ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. സോ അവിടെ ഒരു അവയർനെസ് റിതേഷ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഡ്രൈവ് അല്ലെങ്കിൽ ഒരു മോട്ടീവ്. എനിക്കൊരു ഒരു ലക്ഷ്യം ഉണ്ടാവുക, ലക്ഷ്യത്തിലേക്ക് അടുക്കുക, ഇതെനിക്ക് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റേജ് ആണ് ഈ ഡ്രൈവ് സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെയാണ് ഉള്ളിൽ നിന്നൊരു ഏർജ് അല്ലെങ്കിൽ ഒരു പുഷ് വരികയാണ്, ഈ ആവശ്യം നിറവേറ്റണം. ആ ആവശ്യം നിറവേറ്റാനായിട്ട് ആ ഉള്ളിൽ നിന്നൊരു പുഷ് വരിക മാത്രമല്ല, അതിനുവേണ്ടി നമ്മൾ ആക്ട് ചെയ്യാൻ തുടങ്ങുന്നു. നമ്മളുടെ ബിഹേവിയറിൽ കുറച്ചും കൂടെ എനർജി വരുന്ന ഒരു സ്റ്റേജ് ആണ് ഈ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ വേറസ് ദ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ ആണ്. അവിടെ കൃത്യമായിട്ടുള്ള ആക്ഷൻസ് എടുത്ത്, അതായത് കൃത്യമായിട്ടുള്ള ഇപ്പൊ ഏകദേശം ഒരു പ്ലാൻ മനസ്സിലുണ്ട്, ചെയ്യാനുള്ള എനർജിയും ഉണ്ട്. ഇനി എന്ത് എപ്പോ എങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് ഗോള് സെറ്റ് ചെയ്ത് ആ ലക്ഷ്യത്തിലേക്കുള്ള സ്റ്റെപ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് മുമ്പോട്ട് പോവാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് തുടങ്ങണം, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം, എല്ലാ പല സ്ഥലത്തും ട്രാവൽ ചെയ്ത് എല്ലായിടത്തെയും ഹോട്ടൽ മാനേജേഴ്സിനെ കാണണം, ഹോട്ടൽ ഓണേഴ്സിനെ കാണണം. അപ്പൊ ഇതിനൊക്കെ വേണ്ടി പൈസ ആവശ്യമുണ്ട്. സോ ഹി ഹാസ് ടു സീക്ക് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ഇതിന് പൈസ ഇറക്കാനായിട്ട് എവിടെ നിന്നൊക്കെ പൈസ ഫണ്ട് ചെയ്യാൻ പറ്റും എന്ന് ഇദ്ദേഹം ആലോചിക്കണം. പ്രൊഡക്റ്റ് ക്വാളിറ്റി, ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഓയോന്റെ വെബ്സൈറ്റ് ആണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, വെബ്സൈറ്റിന്റെ ക്വാളിറ്റി, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതിന്റെ ക്വാളിറ്റി, അതിനുവേണ്ടി ടെക്നിക്കലി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളെ, ഇപ്പൊ റിതേഷിനെ വെബ്സൈറ്റ് ക്രിയേഷൻ അറിയില്ല, അപ്പൊ അത് അറിയുന്ന ആൾക്കാരെ, അറിയുന്ന ഒരു കമ്പനിയെ സമീപിക്കണം. അപ്പൊ നല്ല ക്വാളിറ്റിയിൽ അത് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഓരോരോ ഗോൾസ് ഹി മേ ബി സെറ്റ്, ഒരു 5 ഗോൾസ് സെറ്റ് ചെയ്യുന്നു, ഒരു 6 ഗോൾസ് സെറ്റ് ചെയ്യുന്നു, ഒരു 10 ഗോൾസ് സെറ്റ് ചെയ്യുന്നു. ആ ഓരോ ഗോളിലേക്കുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജ് ഇസ് ഗോൾ അച്ചീവ്മെന്റ്. അപ്പോൾ കൃത്യമായി ഗോൾ സെറ്റ് ചെയ്ത് ഓരോ ഗോൾസിലേക്കുള്ള വഴികൾ കണ്ട് അത് ചെയ്യുമ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്ത് സംഭവിക്കും? അവർ മനസ്സിൽ വിചാരിച്ച ഗോള് അച്ചീവ് ചെയ്യും. ആ മോട്ടിവേഷൻ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ആ മോട്ടിവേഷന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഗോൾ അച്ചീവ്മെന്റ്. വിചാരിച്ച കാര്യം സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പൊ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ടെൻഷനും പ്രഷറും എല്ലാം റെഡ്യൂസ് ആവുകയാണ്. ആൻഡ് അവിടെയുള്ള അപ്പൊ ആ സമയത്ത് ആ വ്യക്തിക്ക് കിട്ടുന്നത് ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് ആണ്. എന്തോ നേടി അല്ലെങ്കിൽ ഞാൻ വിജയിച്ചു എന്നുള്ള ഒരു സെൻസ് ആണ് മനസ്സിൽ തോന്നുക. അതാണ് നമ്മളുടെ നാലാമത്തെ സ്റ്റേജ്. പക്ഷെ അവിടെ വെച്ച് ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്താൽ അതൊരു റൈറ്റ് പാത്ത് അല്ല. നിങ്ങൾ ഒരു 5th സ്റ്റെപ്പിലേക്കും കൂടെ പോകണം. ദാറ്റ് ഇസ് ഫീഡ്ബാക്ക് ആൻഡ് ന്യൂ നീഡ്. ഞാൻ പറഞ്ഞു ഇതൊരു സൈക്കിളാണ്. ഇത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും ആദ്യത്തിലേക്ക് വരാനുള്ളതാണ്. സോ ആദ്യത്തെ മനസ്സിൽ സെറ്റ് ചെയ്ത ഗോൾ അച്ചീവ് ചെയ്തു, നീഡ് മനസ്സിൽ കണ്ടുപിടിച്ച നീഡ്, ഐഡന്റിഫൈ ചെയ്ത നീഡ് കറക്റ്റ് പാത്തിലൂടെ സഞ്ചരിച്ചു, എനർജി കൊടുത്തു, നമ്മളത് സാറ്റിസ്ഫൈ ചെയ്തു, ഗോൾ അച്ചീവ് ചെയ്തു. ഇപ്പൊ ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് ഉണ്ട്. ഇനി ഞാൻ ചെയ്ത കാര്യം എന്റെ മനസ്സിൽ തോന്നിയ ആ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണോ മറ്റുള്ളവർക്കും തോന്നിയത്, കസ്റ്റമേഴ്സിനും ഇതേ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ എന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. ദ റിസൾട്ട് ഹാസ് ടു ബി ഇവാലുവേറ്റഡ്. എന്നിട്ട് വേണം ഒന്നെങ്കിൽ ഇതിന്റെ തന്നെ പുതിയൊരു ഹയർ ലെവൽ, ഒരു സെയിം പ്ലാനിന്റെ തന്നെ ഹയർ ലെവൽ നീഡ്സ് ഇനി ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ പുറകെ പോകണം. അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇതേ മോട്ടിവേഷനിൽ തന്നെ ഒരു പുതിയ ഗോള് അല്ലെങ്കിൽ പുതിയൊരു നീഡ് കണ്ടുപിടിച്ച് വീണ്ടും ഈ സൈക്കിള് കണ്ടിന്യൂ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ ഇങ്ങനെയാണ് ഒരു സൈക്കിൾ ഓഫ് മോട്ടിവേഷൻ വർക്ക് ചെയ്യുക. സോ ദീസ് ഓൾ ആർ ദ ബേസിക് things you have to know about motivation. So in this video we have discussed the concept of motivation. We have seen an example of OYO. Similarly you can also find different motivational stories behind different entrepreneurs. Then we have discussed the
process of motivation, which constitute 5 different stages, starting from the unsatisfied need, then moving with the motive, then goal related behavior, and finally the goal will be achieved. And after that, once the goal has been achieved, the person has to take feedbacks and go for new or higher levels of needs. So I hope you have now clear with the concept of motivation in the context of entrepreneurship, as we, even though we have already familiar with the concept of motivation, but we have to know how it works inside a business, how it works with an entrepreneur. So thank you girls. Thank you for listening.